ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതിന് എന്താ തെളിവ്? ധ്യാനത്തിൻ്റെ 2-ാം ദിവസം വൈകിട്ടായി. എന്താ തെളിവ്? എന്താ തെളിവ്? ധ്യാനത്തിൻ്റെ 2-ാം ദിവസം തീരാറായി. എന്താ തെളിവ്? നാളെ ധ്യാനത്തിൻ്റെ 3-ാം ദിവസം. എന്താ തെളിവ്? നാളത്തെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുകയില്ല. എന്താ തെളിവ്? ധ്യാനം വമ്പം പരാജയം. എന്താ തെളിവ്? എന്താ തെളിവ്? ഞാൻ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. എന്തുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ ഞാൻ പുറപ്പെടുവിക്കുന്നത്? എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ്, സത്യാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ ഈ ആത്മാവിനെ ദൈവം വിളിച്ച പേര് സത്യാത്മാവെന്നാണ്. കാരണം അത് നിങ്ങളെ സത്യം ബോധിപ്പിക്കും. ഈ സത്യാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുകയും ഈ സത്യാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ഞാൻ അറിയുകയും ചെയ്യുന്നത് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നിൽ നിന്ന് അനേകര് രുചിച്ചറിയുകയും ചെയ്യണം. ആമേൻ, ഹല്ലേലൂയ. ഈ ശിഷ്യന്മാരിൽ ദൈവം നിക്ഷേപിച്ച സത്യാത്മാവ് വസിച്ചിരുന്നോ? ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് കർത്താവിൻ്റെ പീഡാസഹന വേളയിൽ ഇവർ ഒരൊറ്റൊരെണ്ണം പോലും കർത്താവിനോട് കൂടെ നിൽക്കാതിരുന്നേ? സത്യാത്മാവ് ഇവരെയും കൊണ്ട് പോയതാണോ? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പീഡാസഹന വേളയിൽ ഈ സത്യാത്മാവിനെ കർത്താവ് ഇവരുടെ ഉള്ളിൽ നിക്ഷേപിച്ചു എന്ന് പറയുന്ന സത്യാത്മാവ് ഉണ്ടായിരിക്കെ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ ഗെത്സമേനിൽ നിന്നൊരു വിടല് വിട്ടിട്ട് പിന്നെ ഒരൊറ്റൊരെണ്ണം പൊങ്ങിയത് എപ്പോഴാണ് പൊങ്ങിയത്? നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുവോ അന്ന് അവരന്ന് ഭംഗിയായിട്ട് ചെയ്തു. എന്തുകൊണ്ടാണ്? പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയാണ് പ്രിയപ്പെട്ടവരത്. ശിഷ്യന്മാർ ഓടി ഒളിച്ചതല്ല, മറിച്ച് മാറ്റപ്പെട്ടു. സഹിക്കുക, കുരിശെടുക്കുക അവൻ മാത്രമേ പാടുള്ളൂ. അത് പിതാവിൻ്റെ ഇഷ്ടമാണ്. സഹിക്കലും കുരിശെടുക്കലും പീഡാസഹനത്തിൽ കർത്താവിനെ സഹായിക്കാൻ മറ്റൊരാൾ, അത് പിതാവിൻ്റെ അജണ്ടയിലില്ല. പുത്രൻ തന്നെ ലോകത്തിന് വേണ്ടി ബലിയാടാകണം. പുത്രൻ മാത്രം ബലി ആകണം. പുത്രൻ മാത്രം ഏക പരമോന്നത പരിഹാര ബലി അർപ്പിക്കണം. അവിടെ ശിഷ്യന്മാർ ഓടി ഒളിക്കുകയല്ല, ക്രിസ്തുവിനാൽ പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് മാറ്റപ്പെടുകയാണ്. ക്രിസ്തു തന്നെയാണ് അവരെ മാറ്റുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു തന്നെ അവരെ തന്നിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നത് പ്രാർത്ഥനയല്ല. എല്ലായിടത്തും പ്രാർത്ഥന നമ്മൾ ഏൽപ്പിച്ച് കൊടുത്താൽ അവിടെ വിജയം കാണാനും പറ്റില്ല. എല്ലായിടത്തും പ്രാർത്ഥനയല്ല. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിവേകം എന്ന് പറയുന്നതൊന്നുണ്ട്, നമ്മൾ തിരിച്ചറിവ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ വിവേകത്തോടെ തിരിച്ചറിവോടുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ്, ഈ സത്യാത്മാവ്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് ഈ ഫലങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനേകർക്ക് ഈ ഫലങ്ങളിൽ നിന്ന് അതിൻ്റെ സത്ത നുകരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകര് ഈ ഫലത്തിൽ നിന്ന് അതിൻ്റെ സത്ത നുകരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഫലങ്ങൾ പുറപ്പെടുവിക്കും. ദൈവത്തിൻ്റെ സത്യാത്മാവ് എന്നിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതല്ല ഫലം, മറിച്ച് ഞാനാണ് ഫലം പുറപ്പെടുവിക്കേണ്ടത്. കാരണം വൃക്ഷം ഞാനാണ്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. തൃത്വം സംസാരിക്കുക. ശിഷ്യരോട് സംസാരിക്കുന്ന തൃത്വത്തെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവായ ദൈവം പരിശുദ്ധാത്മാവിനെ പിതാവിൻ്റെ ഇഷ്ടത്തോടെ അവിടേക്ക് കൊടുക്കുന്ന ഘട്ടം നിങ്ങൾ നോക്കിയേ. തൃത്വം അവരോട് സംസാരിക്കുന്നത്. ഈശോ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെയും ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെയും അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക.
ഞാനെന്ന് പറഞ്ഞുകൊണ്ട്, സത്യാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട്. സത്യം ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാനാണ് വഴിയും സത്യവും ജീവനും. സത്യാത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, വഴിയും സത്യവും ജീവനുമായ സത്യാത്മാവ്, സത്യത്തിൽ ആയിരിക്കുന്നവൻ്റെ ആത്മാവ്. ഈ സത്യാത്മാവ് നിങ്ങളുടെ മേൽ വരും. ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇതിനെ സ്വീകരിക്കാനായിട്ട് ലോകത്തിന് ആവുകയില്ല. കാരണം ലോകം അതിനെ അറിഞ്ഞിട്ടില്ല. ലോകത്തിന് അതിനെ സ്വീകരിക്കാൻ പറ്റുകയില്ല. ഞാനും നിങ്ങളും ലോകത്തിലാണെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയില്ല. ഞാൻ നിങ്ങളിൽ ലോകത്തിലാണെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം എന്നിലും നിങ്ങളിലും നിറയില്ല. പ്രതീക്ഷിക്കാൻ പോലും നമുക്ക് തരമില്ല. ലോകത്തിലായിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ കാണാനായിട്ട് പറ്റില്ല. ആമേൻ, ഹല്ലേലൂയ. കാരണം ലോകം ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ലോകം ദൈവത്തെ അറിയാത്തത് കൊണ്ട് തന്നെ ലോകത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവത്തെ അറിയാനായിട്ട് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങി ദൈവത്തിലേക്ക് അടുക്കണം. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, നീ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കതകടച്ച് നിന്റെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുക. നിന്റെ 5 ഇന്ദ്രിയങ്ങൾ ലോകത്തിലേക്ക് തുറന്നിരിക്കുന്ന കഥകാണെങ്കിൽ അത് നീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, നിൻ്റെ ഉള്ളിൽ നിനക്കൊരു റൂം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ റൂമിലിരുന്ന് പിതാവായ നിൻ്റെ അപ്പനായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് ദൈവം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിലേക്ക് തുറന്നിരിക്കുന്നതിനെ നമ്മൾ അടച്ചു കഴിഞ്ഞാലാണ് ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും പറ്റുള്ളൂ. ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കണമെങ്കിൽ ലോകത്തിലേക്ക് തുറന്നിരിക്കുന്ന നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ ക്ലോസ് ചെയ്യണം എന്നേക്കുമായിട്ട്. ഹല്ലേലൂയ. ഇത് ഈ 5 ഡോർ ക്ലോസ് ചെയ്യുമ്പോഴാണ് പിതാവ് നമുക്ക് വേണ്ടി ഒരു ഡോർ ഓപ്പൺ ചെയ്യും. ആ ഡോർ എൻ്റെ ആത്മാവിൽ തന്നെ അവൻ ഓപ്പൺ ചെയ്ത് തരും. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇരുന്ന് എൻ്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കും. ഹല്ലേലൂയ. എൻ്റെ നിയോഗങ്ങളൊന്നും എൻ്റെ അധരം കൊണ്ട് ദൈവത്തെ നിങ്ങൾ ബോധിപ്പിക്കാൻ നിൽക്കരുത്, മണ്ടത്തരമാണ്. മറിച്ച് ആത്മാവിന് സംസാരിക്കാൻ നിങ്ങളൊരു പെർമിഷൻ കൊടുത്താൽ, ഒരു സൈലൻസ് നിങ്ങളിൽ തന്നെ ക്രിയേറ്റ് ചെയ്താൽ, ഒരു സൈലൻസ് ഏറ്റവും ഡെപ്തുള്ള പ്രയറാണ്. ആത്മാവിൻ്റെ പ്രാർത്ഥന എപ്പോഴും ആത്മാവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് സൈലൻറ്റ് പ്രയറും. ശരീരത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിന് സ്വരത്തിലുള്ള ലൗഡ്ലി പ്രയറും ആവശ്യമാണ്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഇഷ്ടങ്ങളുണ്ട്. ആത്മാവിൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുണ്ട്. ആത്മാവിൻ്റെ അഭീഷ്ടത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ സ്വരമുയർത്തിയുള്ള പ്രാർത്ഥന അവിടെ ഗുണം ചെയ്യില്ല. ശരീരത്തിൻ്റെ രോഗപീഠകൾ മാറാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ സൈലൻറ്റ് പ്രയറും ഗുണം ചെയ്യില്ല. ശരീരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിൻ്റെ അധരത്തിൽ നിന്ന് നിൻ്റെ സ്വരം ദൈവസന്നിധിയിലേക്ക് ഉയരണം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഇംഗിതത്തിന് വേണ്ടിയിട്ടാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ സൈലൻസ് ആവശ്യമാണ്. കാരണം ആത്മാവിന് സ്വയമേവ ദൈവത്തോട് സംസാരിക്കാനാവും. ആമേൻ, ഹല്ലേലൂയ. ശരീരം ലോകത്തിൽ നിന്നുള്ളതാ. ഈശോ പറഞ്ഞു തന്നിരിക്കുന്നതാ, ലോകം അതിനെ അറിയുന്നില്ല. ശരീരം ആത്മാവിനെ, ദൈവം അയക്കുന്ന പരിശുദ്ധ ആത്മാവിനെ ശരീരം അറിയുന്നില്ല. ശരീരം ലോകത്തിൽ നിന്നാ. എൻ്റെ അപ്പനിൽ നിന്നും എൻ്റെ അമ്മയിൽ നിന്നും എനിക്ക് ഫോം ചെയ്ത് തന്ന എൻ്റെ ശരീരം, എൻ്റെ അപ്പനിലൂടെയും എൻ്റെ അമ്മയിലൂടെയും ഫോം ചെയ്യപ്പെട്ട എൻ്റെ ശരീരം, ലോകത്തിൽ നിന്നുള്ള എൻ്റെ ശരീരം. എന്നാൽ ഈ ശരീരം ഫോം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ളത് ഈ ശരീരത്തിലേക്ക് അയക്കപ്പെട്ടു. അത് ആത്മാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് അയക്കപ്പെടുമ്പോൾ ഈ ലോകത്തിലുള്ളത് അതിനെ തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൈലൻസാണ് ഈശോ ആഗ്രഹിക്കുന്നത്. സൈലൻസിൽ നിങ്ങൾ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, പെട്ടെന്ന് ക്രെഡിറ്റ് ആവും.
സൈലൻസിൽ പ്രാർത്ഥിക്കണം. പുതിയൊരു കൃപ, പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവിടെ ഏറ്റവും ബെസ്റ്റ് പ്രെയർ സൈലൻസ് ആണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ടൈം മിഡ് നൈറ്റാണ്. ഹല്ലേലൂയ. അതിന് ഏറ്റവും ബെസ്റ്റ് ടൈം മിഡ് നൈറ്റാണ്. എന്തുകൊണ്ടാ മിഡ് നൈറ്റ് ഏറ്റവും ബെസ്റ്റ് ടൈം? ആത്മാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം മിഡ് നൈറ്റാണ്. എന്തുകൊണ്ടാ? മഴ കാരണം എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആത്മാവിൻ്റെ പ്രാർത്ഥനകൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം, സൈലന്റ് പ്രെയറിന് ഏറ്റവും ബെസ്റ്റ് ടൈം മിഡ് നൈറ്റാണ്. മിഡ് നൈറ്റ് പ്രെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് ഒരു 12 മണി തൊട്ട് ഒരു 3 മണി വരെ അല്ലെങ്കിൽ 2 മണി വരെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഒത്തിരി സമയം ഇരിക്കരുത് കേട്ടോ രാത്രി, കേട്ടോ. 12 തൊട്ട് 2, 3 മണി വരെ, അതിന് സമയം ഒന്ന് ഉറക്കം കളയരുത് കേട്ടോ. 12 തൊട്ട് 2 മണി വരെ ഇരുന്ന് ബാക്കി നിങ്ങൾ കിടന്നുറങ്ങണേ. അപ്പോൾ 12 തൊട്ട് ഒരു 2, 3 മണി വരെ അതിൽ കൂടുതൽ ഇരിക്കരുത് കേട്ടോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. 12 മണിക്ക് അലാം വെച്ച് എഴുന്നേൽക്കുക നിങ്ങൾ. 3 മണി വരെ പിന്നെ നിങ്ങൾ കിടന്നുറങ്ങണം. എന്നിട്ട് 6 മണിക്ക് എന്നിട്ട് പള്ളിയിൽ പോണേ. അപ്പോൾ 3 മണി വരെ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താ? ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താ പ്രത്യേകത ആ സമയത്തിൻ്റെ? അന്ധകാരം വ്യാപിച്ചു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അന്ധകാര ശക്തികൾ ഭൂമിയിലേക്ക് വ്യാപരിക്കുന്ന സമയം മിഡ് നൈറ്റ്. ഈ സമയത്ത് ഞാൻ ഉണർന്നിരിക്കുമ്പോൾ, എൻ്റെ ആത്മാവ് ഉണർന്നിരിക്കുമ്പോൾ, ഈ അന്ധകാര ശക്തികൾക്ക് മേൽ ദൈവത്തിൻ്റെ ശക്തി എന്നിലൂടെ പ്രവർത്തിക്കും. അതിനുമേൽ എനിക്ക് അധികാരം ലഭിക്കും. മേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ നമ്മളെപ്പോഴും സിംഹത്തിൻ്റെ മടയിൽ ചെന്നിട്ട് അതിനെ ആക്രമിക്കണം. ഈശോ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാ. കർത്താവ് പറഞ്ഞതെന്താ? നമുക്ക് എങ്ങോട്ട് പോകാന്നാ പറഞ്ഞത്? തോമസ് ലീ പറഞ്ഞല്ലോ നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞു. എങ്ങോട്ട് പോകാൻ പോയപ്പോഴാ? ജെറുസലേമിലേക്ക് കർത്താവ് പോകുമ്പോൾ എന്തിനാ? കൊല്ലുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് ഈശോ പോണത്. അപ്പോൾ തോമസ് ലീ പറഞ്ഞതെന്താ? നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. തൻ്റെ ഇടമുള്ള തോമസ് ലീ. നമ്മുടെ ഭാഗ്യത്തിന് തോമസ് ലീ തന്നെ ഇവിടെ വന്നു. നമ്മൾ മാമോദിസ മുക്കി. തോമസ് ലീയുടെ തൻ്റെ ഇടം കിട്ടിയില്ല, സംശയം കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തോമസ് ലീ ഇവിടെ വന്നപ്പോൾ തോമസ് ലീ പറഞ്ഞ ആദ്യത്തെ കാര്യം നമ്മൾ എടുത്തില്ല. തൻ്റെ ഇടത്തോടുകൂടെ പറഞ്ഞു നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാം. നമ്മൾ ഇന്ത്യൻസ് ആരും അതെടുത്തില്ല. മറിച്ച് എന്താ എടുത്തത്? സംശയിച്ചു. കർത്താവ് തരുമോ, 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 തരുമോ? പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവമായ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാവോ? കേൾക്കാം. നിങ്ങൾ പറയണ ഒന്നും എനിക്ക് കേൾക്കാൻ പാടില്ല. ദൈവമായ കർത്താവിനോട് എൻ്റെ ആത്മാവ് സംസാരിക്കണം. ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് എൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക് അയക്കപ്പെട്ടു. എൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും എൻ്റെ ശരീരം ഫോം ചെയ്യപ്പെട്ടു. ഫോം ചെയ്യപ്പെട്ട ശരീരത്തിലേക്കൊരു മാലാഖയും ആത്മാവും സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടത് എൻ്റെ ശരീരത്തിലേക്ക് എത്തിയപ്പോൾ ശരീരം ജീവനുള്ളതായി തീർന്നു. ഉൽപ്പത്തി 2:7-8 ജീവനുള്ളതായി തീർന്നു. ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്തു. 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക അമ്മയുടെ ഉദരത്തിലൂടെ ട്രാവൽ ചെയ്ത് പുറത്തെത്തി. ഈ പുറത്തെത്തിയ ഞാൻ പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ശരീരവും ആത്മാവും ലോകത്തിലേക്ക് വന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചത് അതുവരെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ, എൻ്റെ ശരീരത്തിനകത്ത്. അപ്പോൾ അതിനർത്ഥം എൻ്റെ അമ്മയിൽ 2 ആത്മാക്കൾ. ഏതൊക്കെയാ? ഒന്ന് എൻ്റെയും ഒന്ന് എൻ്റെ അമ്മയുടെയും. ഇത് രണ്ടും കൂടെ ഒരു സ്ഥലത്ത് അമ്മയുടെ ഉദരത്തിൽ. അത് 9 മാസം. ഹല്ലേലൂയ. അമ്മ മക്കൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ മനസ്സിലാക്കണേ. 9 മാസം അമ്മയുടെ ആത്മാവിനോട് എൻ്റെ ആത്മാവ് കൂടിച്ചേർന്ന് വസിച്ചു. 9 മാസം കഴിഞ്ഞ് ഈ ഉറങ്ങുന്നവരുൾപ്പെടെ ഈ 9 മാസം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക.
അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. അല്ല, കഞ്ഞി കുടിച്ചിട്ട് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയുണ്ട്. ഇത് 6 മണിക്ക് ഉറങ്ങുക എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന ഉണ്ടാവില്ല, ഉറപ്പായി. ഈ 9 മാസം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത്, പ്രിയപ്പെട്ട ദൈവജനമേ, 9 മാസം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് മാനുഷികതയും വേർഡ്ലി ആയിട്ടുള്ള എൻ്റെ ശരീരവും ഒപ്പം എൻ്റെ സ്വർഗത്തിൽ നിന്ന് എൻ്റെ ശരീരത്തിലേക്ക് അയക്കപ്പെട്ട ആത്മാവും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ആത്മാവിന് ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ എൻ്റെ ലോകത്തിലുള്ള എൻ്റെ അധരം അടക്കണം. അപ്പോൾ ഹൃദയം ദൈവത്തോട് സംസാരിക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹൃദയം ആ സമയത്ത് ദൈവത്തോട് സംസാരിച്ച് തുടങ്ങും. അതിൻ്റെ ഇഷ്ടങ്ങൾ, ആത്മാവിൻ്റെ അവസ്ഥകൾ, അത് ദൈവത്തോട് സംസാരിച്ച് ബോധ്യപ്പെടുത്തി ആത്മാവിലേക്ക് ആവശ്യമായിട്ടുള്ള അഭിഷേകത്തെ അത് തന്നെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അതിനൊരു സമയം അനുവദിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. രാത്രിയിൽ 12 മുതൽ 2 വരെ 2 മണിക്കൂറത്തെ സമയമാണ് ഞാൻ പറയണത് നിങ്ങളോട്. സാധിക്കുന്നവർ ഒരു 3 ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കും. ഒത്തിരി ദിവസമൊന്നും ഞാൻ പറയുന്നില്ല, 3 ദിവസം വ്യത്യാസം അറിയാൻ പറ്റും. ആത്മാവിൽ പുതിയ കൃപകൾ നിങ്ങളിൽ നിറയുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാവും. അന്ധകാര ശക്തികൾക്ക് മേൽ കർത്താവിൻ്റെ ആധിപത്യം നിങ്ങളുടെ മേൽ വന്ന ആ ഒരു അതോറിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനും പറ്റും. കാരണം ഈ സമയം അന്ധകാരത്തിൻ്റെ ശക്തികൾ, അരൂപികൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപരിക്കുന്ന സമയത്ത് നമ്മൾ ഫോണുമായിട്ടിരിക്കും. നമ്മൾ അതിൽ എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവരാണെങ്കിൽ ജോലിയിൽ മുഴുകിയിരിക്കും. പ്രത്യേകിച്ച് നേഴ്സുമാർ അല്ലെങ്കിൽ ഈ IT പ്രൊഫഷണൽസൊക്കെ നൈറ്റ് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഇരിക്കുന്നത് ഫോണുമായിട്ടിരിക്കുമായിരിക്കും, ആരുടെങ്കിലും സംസാരിച്ചിരിക്കുമായിരിക്കും. അടി കിട്ടും നിങ്ങൾക്ക്. രാത്രി നിങ്ങൾ ഉണർന്നിരിക്കുന്നുണ്ടോ എന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജോലിയിൽ നിങ്ങൾ മുഴുകിയിരിക്കുക. അത് കർത്താവിന് അറിയാം, അവൻ്റെ വരുമാനമാകല. അതല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ ഉണർന്നിരിക്കുക, അവിടെ തമ്പുരാൻ്റെ മാലാഖമാർ നിന്നോട് കൂടെ ഉണർന്നിരിക്കും. അല്ലെങ്കിൽ നീ കിടന്ന് ഉറങ്ങുക, അവിടെയാണെങ്കിൽ നിന്നെ കാക്കുന്ന മാലാഖ നീ ഉറങ്ങുമ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നിരിക്കും. ഇതൊന്നും അല്ലാത്ത അവസ്ഥയിൽ നീ ഇരിക്കരുത്. അതൊന്നും അല്ലാത്ത അവസ്ഥയിൽ നീ ഇരിക്കണമെങ്കിൽ ഈ സമയത്ത് നീ പ്രാർത്ഥിക്കാൻ മാത്രമായിട്ട് ഉണർന്നിരിക്കുക. ഈ ഉണർന്നിരിക്കുന്ന സമയം നീ സൈലൻസ്, ഒരുപാട് ബഹളമൊന്നും വെക്കണ്ട, നീ സൈലൻ്റ്ലി ദൈവത്തോട് സംസാരിക്കാൻ നിൻ്റെ ആത്മാവിനെ അനുവദിക്കുക. നീ അവിടെ നിൻ്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ടോണുണ്ട് പ്രിയപ്പെട്ടവരെ. നീ വെറുതെ നിന്ന് കൊടുക്കുക, 2 കൈയും താഴേക്കിട്ട്, കണ്ണ് ഇരിക്കരുത് കേട്ടോ, ഉറങ്ങിപ്പോവും. നിങ്ങൾ പ്രത്യേകിച്ച് ഈ ബാച്ച് പ്രത്യേകിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കരുത് കേട്ടോ. ഈ ബാച്ചിൽ ആരും ഇരുന്ന് പ്രാർത്ഥിക്കല്ലേ. ഒരൊറ്റൊരെണ്ണമല്ലേ ഇതിനകത്ത് ഉറങ്ങാത്ത, എല്ലാം ഉറങ്ങിയിട്ടുണ്ട്, പല ടൈമിലാണെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇരിക്കണ്ട കേട്ടോ. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് 2 കൈയും താഴേക്കിട്ട് കണ്ണടച്ച് നിൽക്കുക. ഒന്നും മിണ്ടരുത്, ഒരു ഇൻറ്റൻഷനും സമർപ്പിക്കരുത്. ആ സമയത്ത് നിങ്ങൾക്ക് സ്വയം ഒരു വീർപ്പ് മുട്ടുന്ന ഫീല് വരും. നമ്മൾക്ക് ശ്വാസം മുട്ടും, ഭയങ്കര ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യും, നമുക്ക് പൊട്ടിത്തെറിക്കാൻ പോകുന്നൊരു ഫീല് വരും. ആ ഫീല് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ ആത്മാവ് ദൈവത്തോട് സംസാരിച്ചു തുടങ്ങി എന്നുള്ളത്. നിങ്ങളിതൊരു 3 ദിവസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുതിയ കൃപകൾ, പുതിയ അഭിഷേകം, പുതിയൊരു ഉണർവ് പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ രാത്രി 3 ദിവസം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ നിങ്ങൾ രാത്രി ഇരിക്കണമെന്നില്ല. ഡേ ടൈമിൽ നിങ്ങൾക്ക് സൈലൻസ് കിട്ടുമെന്ന് ഉറപ്പുള്ള ഏത് സമയത്തും നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാം. 3 മിനിറ്റ് മതി. 3 മിനിറ്റ് നിങ്ങൾ ഇരുന്ന് നോക്കും ഒരു ദിവസം. ഡേ ടൈമിൽ പറ്റില്ല നിങ്ങൾക്ക്. 3 മിനിറ്റിൽ 30 സെക്കൻഡ് നിങ്ങൾ തികക്കില്ല എന്ന് ഞാൻ എഴുതി വെച്ച് തരാം. തികക്കില്ല, പറ്റില്ല. നമ്മൾ പൊട്ടിത്തെറിക്കുന്നൊരു ഫീല് വരും, പൊട്ടിത്തെറിക്കും. ഞാൻ ഈ മെഡിറ്റേഷൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ബാച്ചിൽ കുറച്ച് പേർക്ക് എടുത്തു. അതിന് മുന്നേ ഞാൻ വേറൊരു ബാച്ചിന് എടുത്തിട്ടുണ്ട്. ഒരു 10 പേര് മറ്റും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 10 പേർക്ക് വേണ്ടി ഈ ക്ലാസ് ഞാൻ എടുത്തിട്ട് ഞാനിങ്ങനെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു AC ഹോള് എടുത്തു. AC ഹോള് വേണം, കാരണം ഫുൾ സൈലൻസ് ആയിരിക്കണം, ഫാൻ്റെ സൗണ്ട് പോലും പാടില്ല.
എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഫുൾ സൈലൻസ്. 3 മിനിറ്റ് ഞാൻ മൊബൈലിൽ ഇതിട്ടു, ടൈമർ ഇട്ടു. ഈ 3 മിനിറ്റ് ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും പ്രാർത്ഥിക്കരുത്, ഒരു നിയോഗം വരരുത്, ഒരു ടെൻഷനും വരരുത്, ഒരു ചിന്തയും വരരുത്, വെറുതെ സിമ്പിളായിട്ട് നിൽക്കാൻ പറഞ്ഞു. അതേതാണ്ട് ഉച്ചയ്ക്ക് 3 മണിയായിരുന്നു. ഈ 3 മിനിറ്റ് ആയില്ല, 15 സെക്കൻഡ് മുതൽ അങ്ങോട്ട് ഈ 10ൽ 9 പട 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 എന്ന് പറഞ്ഞ് താഴേക്ക് വീണു. ആരും ഒന്നും ചെയ്തിട്ടില്ല, ഞാനും ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ ആത്മാവിൻ്റെ ശക്തിയെ താങ്ങാൻ അവരുടെ ശരീരത്തിന് ആയില്ല. ആ സമയത്ത് നടന്ന കാര്യമാണ്. നമ്മുടെ ആത്മാവിൻ്റെ ശക്തി എന്താണെന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ശരീരത്തിന് അറിയില്ല. നമ്മളിതിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി കൊണ്ട് കിടക്കുകയല്ലേ, കുളിക്കുമായിരിക്കും, അത്രയേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും പറയാനായിട്ടില്ല. ചിലപ്പോൾ ബ്രഷ് ചെയ്യും, എന്തെങ്കിലും വെട്ടിക്കയറ്റണ്ടേ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അതിനകത്തിരുന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഈ ആലയം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനകത്തിരുന്ന് പണിയെടുക്കും. പ്രിയപ്പെട്ടവരെ, ഒന്ന് പെർമിഷൻ കൊട്, ഇതൊന്ന് അടച്ച് വെയ്, കലവില 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 എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് നമ്മൾ ചിലച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എൻ്റെ നിയോഗം, കർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം, അയ്യോ OET, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നിയോഗങ്ങൾ ശരീരം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. തോരാത്ത മഴ കണക്കെ ഇതിങ്ങനെ പെയ്യും. ഈ ആത്മാവ് ഇതിനിടയിൽ വീർപ്പ് മുട്ടുന്നുണ്ട്, അതിൻ്റെ ഇൻറ്റൻഷൻസ് സമർപ്പിക്കാൻ. തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലേണ്ടത് ഈ ആത്മാവ് മാത്രമായി, ശരീരമല്ല. ഇത് തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തണമെങ്കിൽ ഹെൽത്തി ആയിരിക്കണം. ഇത് ഹെൽത്തി ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ കേറ്റില്ല പ്രിയപ്പെട്ടവരെ. അതിനാവശ്യം ദൈവത്തെ ആരാധിക്കല. അതിന് അനുവാദം കൊടുത്താൽ മതി, അത് അതിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളും. ഇത് രണ്ടാ. എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും ഒന്നല്ല. ഒന്നാണെങ്കിൽ ഇത് രണ്ടും ഒരേ സ്ഥലത്തേക്ക് പോയാനെ. ഇത് രണ്ടായത് കൊണ്ട് ഒന്ന് പുഴുക്കൾക്കും മറ്റൊരു ദൈവത്തിനുമാണ്. അതിനെ രണ്ടായിട്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വിടണം. അതിനെ രണ്ടായിട്ട് പ്രാർത്ഥിക്കാൻ വിട്. നിന്റെ ശരീരത്തിൻ്റെ രോഗം മാറാൻ നീ പ്രാർത്ഥിക്കേണ്ടത് സ്വരമുയർത്തി പ്രാർത്ഥിക്കണം, സ്തുതിച്ച് പ്രാർത്ഥിക്കണം. അഭിഷേകത്തിൽ നിറയാൻ, ആത്മാവിൽ അഭിഷേകത്തിൽ നിറയാൻ നിനക്ക് ഏറ്റവും ബെസ്റ്റ് പ്രയർ സൈലന്റ് അഡോറേഷൻ ആണ്. ആമേൻ, ഹല്ലേലൂയാ. വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? കൗൺസിലിങ്ങിന് വന്ന സിസ്റ്റേഴ്സ് എന്നോട് പറയാ, ബ്രദറെ ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല, എടുത്ത ക്ലാസ്സുകൾ ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരു സന്തോഷമായി കേട്ടതിൽ, വളരെ വളരെ സന്തോഷം. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സുകൾ ഞാനല്ല, പരിശുദ്ധാത്മാവാണേ. അതുകൊണ്ട് എനിക്ക് തന്നെ പലതും മനസ്സിലാവില്ല. നിങ്ങളോട് പറയുമ്പോഴേ ഞാൻ പലതും മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ നിൻ്റെ ശരീരത്തിൽ തന്നെ നീ പെർമിഷൻ കൊടുത്താൽ, ഇതിനകത്ത് ഇരുന്ന് തന്നെ ഇതിനോട്, നമ്മുടെ ശരീരത്തോട് ഈ ആത്മാവ് പ്രവർത്തിക്കാൻ പെർമിഷൻ കൊടുക്കുക. പ്രവർത്തിച്ച് കാണിച്ച് തരും തമ്പുരാൻ ആരാണെന്നുള്ളത്. കർത്താവായ ദൈവം, നിൻ്റെ ഉള്ളിലുള്ളവൻ്റെ ശക്തി നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നിൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ശക്തിയെ ഇതുവരെ ഒരു മനുഷ്യനും തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ആ ഒരു വളയില്ലേ, അത് മാറും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിലവാരം വരും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിലവാരം വരും. ആമേൻ, ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു ദിവസം രാത്രി ഒരു 1:30 മണിക്ക് എനിക്കൊരു കോൾ വന്നത് എന്താണെന്നറിയോ? ബ്രദറെ പ്രാർത്ഥിക്കണം. ഞാൻ വെച്ച് പ്രാർത്ഥിക്കാം. അമ്മയാ, ഒരു സ്ത്രീയാ. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ചരിഞ്ഞ് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ബ്രദറെ. നിയോഗം പറയാം കേട്ടോ, രാത്രി 1:30 മണിക്ക് എന്നെ കോൾ വന്നേക്കാം. ഞാൻ ചരിഞ്ഞ് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ആ ലെവലിലേക്ക് ഞാൻ എൻ്റെ ചിന്ത പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ കമഴ്ന്ന് കിടക്കാനും ആലോചിക്കുന്നുണ്ട്, മലർന്ന് കിടക്കാൻ ആലോചിക്കുന്നുണ്ട്. എങ്ങനെ കിടന്നാൽ എനിക്ക് ഉറക്കം വരുമെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാൻ.
രാത്രി 1:30 എന്നെ വിളിച്ചിട്ട് ചോദിച്ച പ്രയർ റിക്വസ്റ്റാണ്. അവർക്ക് എന്നേക്കുമായിട്ട് ഉറക്കം നഷ്ടപ്പെടുന്ന മറുപടിയാണ് ഞാൻ കൊടുത്തത്. അതെനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഒരു ശുശ്രൂഷ റേഡിയോ മരിയയിൽ, ഓൺലൈൻ റേഡിയോ ഉണ്ട് കൊച്ചി രൂപതയിൽ. ആ റേഡിയോ മരിയയിൽ ലൈവ് ടോക്ക് നമ്മൾ കൊടുക്കും. രൂപതയുടെയാണ് ലൈവ് ടോക്ക് പോയിക്കൊണ്ടിരിക്കുക. 1 hour ടോക്കാണ്. ഈ ടോക്ക് പോകുമ്പോൾ ആ സമയത്ത് ഓൺലൈൻ ടോക്കിങ്ങനെ ലൈവ് ടോക്ക് പോകുമ്പോൾ വീഡിയോയും ഓഡിയോ ഒരുമിച്ച് വേൾഡ് വൈഡ് പോയിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് പ്രയർ റിക്വസ്റ്റ് വരും. നമ്മൾ അവർക്ക് ആൻസർ ചെയ്യണം. ആ പ്രയർ റിക്വസ്റ്റിന് പ്രാർത്ഥിച്ച് മറുപടി പറയണം. അപ്പോൾ ഞാൻ ടോക്ക് സീരിയസ് ആയിട്ടുള്ള വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നിന്നാണ് കൂടുതലും വരുന്നത്. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ പറമ്പിലെ തെങ്ങ് അപ്പം തന്നെ ഞാൻ എഴുന്നേറ്റോടണോ എന്ത് ചെയ്യണമെന്നറിയില്ല. അരമണിക്കൂറായിട്ടില്ല, ഇനി അരമണിക്കൂർ ബാക്കിയുണ്ട്. അല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് എഴുന്നേറ്റ് ഓടണമെന്നുണ്ട്. തെങ്ങാണ് വിഷയം വന്നേക്കണത്. ബാക്കി എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ പറമ്പിലെ തെങ്ങ് ഓക്കെ, അതിങ്ങനെ വളഞ്ഞു പോയിട്ട് അപ്പുറത്തെ പറമ്പിലേക്കാണ് നിൽക്കുന്നത്. അപ്പം ഞാനത് ഓക്കെ 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 അപ്പം ഞാൻ അവിടുത്തെ തേങ്ങ അപ്പുറത്തെ പറമ്പിൽ ആരുടെയും തല വീണിട്ടുണ്ട്. ഇതാണ് എൻ്റെ മനസ്സിൽ കിടക്കണ. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് പ്രയർ റിക്വസ്റ്റ് പറ അമ്മ, പ്രയർ റിക്വസ്റ്റ് പറ. അപ്പോൾ പറഞ്ഞു, വേറൊന്നുമല്ല, ഈ തേങ്ങ വീഴുന്ന സമയത്ത് അത് ഇപ്പുറം വീഴാനായിട്ട് എന്ത് പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കണം. അതായത് ഓരോ തേങ്ങ വീഴുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ തേങ്ങ എൻ്റെ പറമ്പിലേക്ക് എത്തിക്കണം. പബ്ലിക്കായിട്ട് ഇതിപ്പോഴും നിങ്ങൾ ആ റേഡിയോ മരിയ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇപ്പോഴും ഓൺലൈനിൽ കിടപ്പുണ്ട്. അത് കേൾക്കാം. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾക്ക് കേൾക്കാതെ അതെടുത്ത് കേൾക്കാം. ഈ പ്രയർ റിക്വസ്റ്റ് വന്നു. ഞാനിതിന് മറുപടി പറയാനായിട്ട് ഞാനിങ്ങനെ വീശയ്ക്ക് ചിരി വന്നിട്ട് ഇതെല്ലാം ഞാനിങ്ങനെ വടിച്ച് തൂത്തെടുക്കുക, ചിരിക്കാതിരിക്കാനായിട്ട്. ടോക്കല്ലേ. അപ്പോൾ എൻ്റെ ഇപ്പുറത്ത് ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതിനെ കാണാനില്ല. അത് ചിരിച്ചിട്ടുണ്ടെന്നിട്ട് ഓടി. ഞാൻ അടുത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരും ഇല്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ 2 വശത്ത് നോക്കിയപ്പോൾ അച്ഛനുണ്ട്. അച്ഛനെ കാണാനില്ല. അച്ഛനും ഉണ്ടായിരുന്നു, അച്ഛൻ കൂടെ ഇരിക്കുക. അച്ഛനെ കാണാനില്ല, ചേച്ചി ആരെയും കാണാനില്ല. ഞാൻ കോള് കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, 1 മണിക്കൂർ ശേഷം വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കോള് കട്ട് ചെയ്ത് കളഞ്ഞു. 1 മണിക്കൂറിന് ശേഷം ടോക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ ഓഫ് ചെയ്തിട്ട് വിളിക്കാൻ. അപ്പോഴാണ് തേങ്ങയുടെ വലിപ്പം ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരിട്ട് ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ പ്രയർ റിക്വസ്റ്റായിട്ട് സമർപ്പിക്കുന്നത് വിലകെട്ടതാണ്. നമ്മുടെ ശരീരം ദൈവത്തോട് ചോദിക്കുന്നത് മുഴുവൻ വിലകെട്ട നിയോഗങ്ങളാണ്. മൂക്കടപ്പിന് പ്രയർ റിക്വസ്റ്റ് ഇട്ടതുണ്ട്. ശ്വാസം മുട്ടൽ മാറാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് സമാധാനിക്കാം. ജലദോഷം മാറാൻ പ്രയർ റിക്വസ്റ്റ്. തലവേദന ഇടത്തുനിന്ന് വലത്തേക്ക് മാറി ബ്രദറെ കാരണം പറയാമോ? പ്രയർ റിക്വസ്റ്റാണ്. പ്രയർ റിക്വസ്റ്റുകൾ ഫോണിൽ വരുന്ന പ്രയർ റിക്വസ്റ്റുകളാണ് ഞാൻ ഈ പറയണത്. ഇടത് കാലിൻ്റെ ഉപ്പൂറ്റിനടിയിൽ സൂചി കുത്തുന്ന വേദന, ബ്രദറെ ഇത് ക്യാൻസർ ആണോ? പ്രയർ റിക്വസ്റ്റ് വരുന്ന വഴികളാണ്. ഇതിനെല്ലാത്തിനും എന്താ മറുപടി കൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? ഇതിലേതാണ് ആത്മാവിൻ്റെ നിയോഗമുള്ളത്? മകള് OET പാസ്സാകുന്നില്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അവൾക്ക് OETക്ക് വേണ്ടിയിട്ട് അമ്മ 10 ലക്ഷം ലോൺ എടുത്ത് കൊടുത്തിരിക്കുക. 35 മറ്റോ ആണ് അതിൻ്റെ റേറ്റ് ഒരു എക്സാമിന്. എഴുതി 9.5 ലക്ഷം രൂപ വെള്ളത്തിലാക്കി വെച്ചിരിക്കുക മകള്. ബാക്കി ലാസ്റ്റ് അറ്റംപ്റ്റാ. ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ച് പറയൂ, ഇത് എഴുതണോ വേണ്ടയോ? അവൻ 9.5 കഴിഞ്ഞപ്പോഴാണോ അമ്മ വിളിക്കണത്? 10 കഴിഞ്ഞിട്ട് വിളിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. 9.5 ലക്ഷം OET എഴുതാൻ വേണ്ടി കൊണ്ട് കൊടുത്തത് ഒരമ്മ മകൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ടേക്കുക. 9.5 വരെ അവർ ലോകത്തിന് അവസരം കൊടുത്തു. ബാക്കി 1/2 ദൈവത്തിന് വേണ്ടിയിട്ട് വിളിച്ചേക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, പ്രാർത്ഥനയുടെ നിയോഗം സമർപ്പിക്കേണ്ടത് നിങ്ങളും ഞാനുമല്ല, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തോട് നേരിട്ട. ഈ ആത്മാവ് ഈ ആലയത്തിനുള്ളിൽ വസിക്കുമ്പോൾ ഈ ആലയത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടെന്നുള്ളത് ഈ ആത്മാവിന് സ്വയമേവ അറിയാം. നീ പറയണ്ട, നിന്റെ അതരം ചലിപ്പിക്കേണ്ട. ആത്മാവിനോട് പ്രാർത്ഥിക്കാൻ നീ ഒരു സമയം അനുവദിച്ചാൽ അത് തന്നെ നിന്റെ ഇൻറ്റൻഷൻസ് ദൈവത്തോട് പറയും. ഇതിനെയാണ് ദൈവം പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം എൻ്റെ സ്വർഗസ്വനായ പിതാവ്
അറിയുന്നു, കാരണം നിങ്ങളുടെ ഉള്ളിലേക്ക് അയക്കപ്പെട്ടത് സ്വർഗസ്ഥനായ പിതാവിൽ നിന്നുള്ളവനാണ്. ആമേൻ, ഹല്ലേലൂയ. നീ പറയേണ്ട, ആ കണക്ഷൻ ഓൾറെഡി ഉണ്ട് അവിടെ. പക്ഷെ അതിന് സമയം കൊടുക്കണം. അതിന് സമയം കൊടുത്താൽ അത് തന്നെ അതിൻ്റെ ഉടയവനോട് അതിൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ, അതിൻ്റെ ആലയത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് സമർപ്പിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇത് സമർപ്പിക്കുമ്പോൾ ഈ ആലയം ഹെൽത്തി ആയിട്ടിരിക്കും, രോഗങ്ങൾ പിടിപെടില്ല. ഇങ്ങനെ ഈ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ആത്മാവിനും നിങ്ങളുടെ മരണശേഷം തിരിച്ച് ദൈവത്തിലേക്ക് പോകാൻ പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ ശരീരത്തിൻ്റെ ആവശ്യങ്ങളും വീടിൻ്റെ ആവശ്യങ്ങളും ലോണും ദുരിതങ്ങളും മാത്രം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ദൈവം തന്നാൽ നിങ്ങൾ 23 മണിക്കൂറും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. 1 മണിക്കൂർ ഒരു ദിവസം ആത്മാവിന് വേണ്ടി കൊടുക്കണം നിങ്ങൾ. അതല്ലെങ്കിൽ നാളെ നിങ്ങൾ മരണപ്പെട്ടാൽ ഇത് ദൈവത്തിലേക്ക് എത്താൻ പറ്റിയ ഒരു ഹെൽത്തി അവസ്ഥയിലായിരിക്കത്തില്ല നിങ്ങളുടെ ആത്മാവ്. ഈ പെന്തക്കോസ്തായിൽ നിങ്ങൾ സ്വീകരിക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാഭിഷേകം. ഈ പരിശുദ്ധാത്മാഭിഷേകം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആത്മാവിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ശരീരത്തിലേക്കല്ല. ഈ ആത്മാവിലേക്ക് ഇതിനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവിനെയാണ് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ ഒരുക്കേണ്ടത്. അത് ആത്മാവ് ഒരുക്കട്ടെ, നിങ്ങൾ വിട്ടുകൊടുക്ക്. സൈലൻസ് ആണ് അതിനാവശ്യം. നിശബ്ദതയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് അതിനെ അനുവാദം കൊടുക്കുക. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വ്യക്തികളിൽ ഇത് പ്രവർത്തിക്കും. ആത്മാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എപ്പോഴാണെന്നറിയോ? ഉറക്കത്തിൽ, സ്വപ്നത്തിൽ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് സ്വപ്നത്തിലൂടെ ദൈവം ദർശനങ്ങൾ കൊടുക്കും. എന്നിട്ട് അവർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ചില വ്യക്തികൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിക്കും. ഇത്തരത്തിൽ ഈ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്ന ചിലരുണ്ട്. നമുക്കതും പറ്റില്ല, കൂർക്കം വലിക്കും. അവിടെയും നമ്മുടെ വായ അടഞ്ഞിരിക്കത്തില്ല. സൈലൻസ് ആത്മാവിന് അപ്പോഴും കിട്ടുന്നില്ല. അവിടെയും ആത്മാവിന് സൈലൻസ് കിട്ടുന്നില്ല, സൈലൻസ് കിട്ടത്തില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ആത്മാവിന് നിങ്ങൾ ബോധപൂർവ്വം ഒരു സൈലൻസ് കൊടുക്കുക. സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആ ആത്മാവിൻ്റെ സ്വരം, ദൈവസ്വരം തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റും. ദൈവിക സ്വരം ഭദ്രാസനന്മാരായ മാലാഖമാര് ആ സമയം നിങ്ങളെ കേൾപ്പിച്ചു തരും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങളുടെ ആത്മാവ് ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതെങ്കിൽ ആ അഭിഷേകം നിങ്ങളെ വിട്ട് എങ്ങും പോകത്തില്ല, എക്കാലവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കാരണം ആ അഭിഷേകത്തെ സ്വീകരിക്കാൻ തക്ക വിധം നിങ്ങളുടെ ആത്മാവ് ഒരുക്കത്തിലായിരിക്കും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളുടെ ആത്മാവ് ഒരുക്കത്തിലാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അസ്വസ്ഥതകൾ നിൻ്റെ കുടുംബത്തിൽ ഉണ്ടാവില്ല, ഉത്കണ്ഠകൾ ഉണ്ടാവില്ല, നിരാശകൾ ഉണ്ടാവില്ല. ഇതൊന്നും ശരീരത്തിൻ്റെ അല്ല. ഉത്കണ്ഠ, നിരാശ ഇതൊന്നും ശരീരത്തിൻ്റെ അല്ല, ഇതെല്ലാം ആത്മാവിൻ്റെതാണ്. ഇതെല്ലാം ആത്മാവിൻ്റെയാ. ഇത് നിങ്ങൾക്കുണ്ടാവില്ല. എന്ത് ആകാശം ഇടിഞ്ഞ് വീഴാൻ പോണെന്ന് പറഞ്ഞാലും നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കും. ഭ്രാന്തായിട്ടല്ല, നിങ്ങളുടെ ആത്മാവിലൊരു സന്തോഷം ഉണ്ടാവും. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടില്ല. കാരണം ആത്മാവ് ഹെൽത്തി അല്ലാത്തവരാണ് ഉത്കണ്ഠപ്പെടുള്ളൂ, ടെൻഷൻ അടിക്കുകയുള്ളൂ. ചെറിയൊരു കാര്യം വന്നാൽ മതി ടെൻഷൻ അടിക്കും. നാളെയെക്കുറിച്ച് ആകുലപ്പെടുന്നത് ആത്മാവ് ആകുലപ്പെടുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ദൈവത്വമില്ല പ്രിയപ്പെട്ടവരെ. നമ്മളിതാണ് മാറ്റേണ്ടത്. ഇത് മാറ്റിയാൽ ശരീരം നോർമലിയുള്ള അവസ്ഥയിലേക്ക് വന്നോളും. ഇതിലേക്ക് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് പെന്തക്കോസ്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിലേക്ക് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് പെന്തക്കോസ്ത. അത്രയേ ഉള്ളൂ പെന്തക്കോസ്ത, സിമ്പിൾ. 19-ാം തീയതി അല്ലേ പെന്തക്കോസ്ത? 19-ാം തീയതി അല്ല, 19-ാം തീയതിയാണ് പെന്തക്കോസ്ത. എത്ര ദിവസമുണ്ട് ഇനി?
അടുത്ത ഞായറാഴ്ചയല്ലേ? നിങ്ങൾ നാളെ മുതൽ പ്രാക്ടീസ് ചെയ്ത്, നാളെ മുതൽ, ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, നാളെ മുതൽ ഇവിടെ നിന്ന് പോയി രാത്രി 12 മണിക്കൊന്നും നിങ്ങൾ എഴുന്നിട്ടെങ്കിലും എല്ലാവരും കിടക്കുന്നൊരു സമയമുണ്ട്. 10 മണിക്കെങ്കിലും എല്ലാവരും കിടന്നിട്ട് എന്നെ ആരും ബുദ്ധിമുട്ടിക്കരുത്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ഇരിക്കുക. 10 തൊട്ട് 11 മണി എനിക്ക് ഇരിക്കാൻ പറ്റും, ഫോൺ നോക്കുന്ന സമയം മതി. നാളെ മുതൽ ഈ ഞായറാഴ്ച വരെ നിങ്ങളൊന്ന് ഇരിക്കുക. നിങ്ങൾക്കൊന്നും നഷ്ടമില്ലല്ലോ, ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. കിട്ടിയാലോ ആയുസിലേക്കുള്ളതാണ്, ഒരു ആയുസിലേക്കുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഇരിക്കുക സൈലൻസിൽ, അല്ല നിൽക്കുക സൈലൻസിൽ. കൈ രണ്ടും കെട്ടിപ്പിടിക്കരുത്, കൂട്ടിപ്പിടിക്കരുത്, ഇങ്ങനെയൊന്നും പിടിക്കരുത്. കൈ രണ്ടും താഴേക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ ഇപ്പോഴല്ല അപ്പോൾ തന്നെ കൈ ഇങ്ങനെ പിടിച്ച കൈ എടുത്ത് താഴേക്കിടുക. അപ്പോൾ ആ സമയത്ത് 2 കയ്യിലൊന്നും വേണ്ട, ഇറുകി പിടിച്ച വസ്ത്രമൊന്നും ഇടാതെ ഫ്രീ ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുന്നിൽ കത്തിച്ചൊരു തിരി മാത്രം മതി, വേറൊരു ലൈറ്റും വേണ്ട. യേശുവിനോട് പ്രാർത്ഥിക്കുകയെ, എൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് നിൻ്റെ മുന്നിൽ എത്തിയിരിക്കുക. എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന്, നീ എന്നെ പഠിപ്പിക്കണം. നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ലെസൺ എന്നെ പഠിപ്പിക്കണേ. ഞാൻ അങ്ങനെ പഠിച്ചതാ, ഇതൊന്നും എനിക്കൊരാളും പറഞ്ഞു തന്നതല്ല, ഇരുന്ന് പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. പഠിച്ചെടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചിട്ടാണ് ഈ ക്ലാസ് എടുക്കണത്. എന്തെങ്കിലും വിളിച്ച് പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ, ചെയ്തിട്ടാണ് പറയണത്. നിങ്ങളൊന്ന് ഇരുന്ന് നോക്കി, നാളെ മുതൽ ഒന്ന് ഇരുന്ന് നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാവരും കൂടി ഇരിക്കരുത് കേട്ടോ, കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ഇരിക്കരുത്, ഒരാളിരുന്നാൽ മതി. കൊതുകില്ലാത്ത മുറിയിൽ ഇരിക്കാൻ വേണം. സൈലൻസ് തീരും. അത് വേണ്ട. അതുകൊണ്ട് ഇരിക്കുന്ന മുറിയിൽ നിങ്ങൾ മാത്രം മതി, കൊതുക് വേണ്ട. അപ്പം അതൊന്ന് നിങ്ങൾ ഒത്തിരി കുന്തിരിക്കാൻ പോച്ചാൽ മതി. വെഞ്ചരിച്ച കുന്തിരിക്കാൻ പോകുമ്പോൾ ആ ഒരു അഭിഷേകവും കിട്ടും. അതിന് കുന്തിരിക്കാൻ പോച്ചാൽ അതിനകത്ത് 1 മണിക്കൂർ സമയത്തേക്കുള്ളൂ, ഒത്തിരി സമയമൊന്നുമില്ല. അതിൽ 3 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്താൽ മതി. 1 മണിക്കൂർ ഇരുന്നാലും അതിൽ 1 മിനിറ്റ് പോലും നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ വിചാരിക്കും ഇപ്പം തന്നെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് പോകണത്, പക്ഷെ ഒന്നും നടക്കില്ല. ഈ 1 മണിക്കൂറിൽ 3 മിനിറ്റേ ഞാൻ നിങ്ങളോട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. 1 മണിക്കൂറിൽ 60 മിനിറ്റ് ഉള്ളതിൽ 60 ഞാൻ പറഞ്ഞിട്ടില്ല. 1 മണിക്കൂർ ഇരുന്നിട്ട് അതിൽ 3 മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 3 മിനിറ്റ് മതി. പക്ഷേ ഈ 1 മണിക്കൂർ കഷ്ടപ്പെട്ടാൽ അതിനകത്ത് 3 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നേരം വിളിക്കുമ്പോൾ ചായയുമായിട്ട് അമ്മ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നിൽക്കരുത്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന മെഡിറ്റേഷൻ. എഴുന്നേക്ക് നേരം വെളുത്ത് അതല്ല മെഡിറ്റേഷൻ. നിങ്ങളുടെ മെഡിറ്റേഷൻ കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ മുറിയിൽ പോയി കിടക്കണം. അതല്ലാതെ അവിടെ തന്നെ കിടന്നുറങ്ങി മെഡിറ്റേഷൻ, നല്ല മെഡിറ്റേഷൻ, ഡീപ്പ് സ്ലീപ്പ് കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചവരുണ്ട്. അതല്ല മെഡിറ്റേഷൻ. ആത്മാവ് ദൈവത്തോട് സംസാരിക്കാനായിട്ട് പെർമിഷൻ കൊടുക്കുക. ദൈവത്തോട് ആത്മാവ് സംസാരിക്കും. നിങ്ങൾക്ക് ആ ലാംഗ്വേജ് മനസ്സിലാവും. അല്ല, ഒരു ഭാഷയുണ്ട്. ഈ ആത്മാവ് ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഭാഷാവരം എന്നിൽ പ്രവർത്തിച്ച് തുടങ്ങിയത്. അതിനുശേഷമാണ് അതിൻ്റെ അടുത്ത തലത്തിലേക്ക് ഈശോയ്ക്ക് ആത്മാവിനോടും ആത്മാവിന് ഈശോയോട് സംസാരിക്കാനുള്ള ഭാഷാവരം ദൈവം നാവിൽ തരുള്ളൂ. അപ്പോൾ ആത്മാവ് ആഗ്രഹിക്കുന്നത് അതരം സംസാരിക്കുന്നതിൻ്റെ പേരാണ് ഭാഷാവരം. ഹല്ലേലൂയ. ഭാഷാവരത്തിന് നമ്മൾ പറയുന്നത് എന്താ നമുക്കറിയില്ല, അതിന് വ്യാഖ്യാനം ലഭിച്ചവർക്കേ കിട്ടുള്ളൂ. ആത്മാവ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഷയിൽ അതരം സംസാരിക്കുന്നതിൻ്റെ പേരാണ് ഭാഷാവരം. അത് ആത്മാവ് അഭിഷേകത്തിൽ നിറയാൻ മാത്രം ആത്മാവ് ഉപയോഗിക്കുന്ന ഭാഷയാണ് ഭാഷാവരം. ആമേൻ. ഹല്ലേലൂയ. ഭാഷു എന്ന് നമ്മൾ പറയുന്ന ഭാഷാവരം, നമ്മൾ പറയുന്നത് എന്താണെന്ന് നമുക്കറിയില്ല, ആത്മാവിനും കേട്ട ദൈവത്തിനും മാത്രം അറിയാവുന്നത്. ആദ്യം നിങ്ങൾ സൈലൻസിൽ സംസാരിക്കുമ്പോൾ ദൈവത്തോട്, ദൈവം നിങ്ങൾക്ക് ഭാഷ തരും. ലൗഡ്ലി വോയിസിൽ ആത്മാവിന് ദൈവത്തോട് സംസാരിക്കാൻ ആത്മാവ് നിങ്ങളുടെ അതരത്തെ ഉപയോഗിക്കും. അപ്പോൾ നിൻ്റെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ മാറി നിൽക്കും. ആത്മാവിൻ്റെ ഭാഷയിൽ ദൈവത്തോട് ആത്മാവ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, അതിൻ്റെ ഇഷ്ടങ്ങൾ സംസാരിച്ച് തുടങ്ങും. നിർത്തിക്കളയരുത്.
അങ്ങനെ സംസാരിക്കുമ്പോൾ ഭാഷാവരത്തിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ 1 മണിക്കൂർ തുടർച്ചയായിട്ട് സംസാരിക്കാൻ പറ്റും നിങ്ങൾക്ക്. അവിടെ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ്റെ വിഷയം വരുന്നില്ല. കാരണം നിങ്ങളുടെ അധരം ആത്മാവിൻ്റെ ഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ അധരം ആത്മാവിൻ്റെ ഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ 1 മണിക്കൂറെങ്കിലും അതിന് നിങ്ങൾ വിട്ടുകൊടുക്കുക അധരത്തെ. അവിടെ നിങ്ങളുടെ വോൾ ബോഡി വൈബ്രേറ്റ് ചെയ്യും. അവിടെ നിങ്ങളുടെ മുഴുവൻ ശരീരം വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അത് അഭിഷേകമാണ്. ഈ അഭിഷേകത്തിലാണ് രോഗത്തിൻ്റെ കെട്ടുകൾ വിട്ടുപോകുന്നത്, ചില ക്യാൻസർ സെൽസ് നിർവീര്യമാകുന്നത്, ശരീരത്തിലെ ട്യൂമറുകൾ ചുങ്ങിപ്പോകുന്നത്, ശരീരത്തിലുള്ള ബ്ലോക്കുകൾ ഓപ്പൺ ആകുന്നത്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. നാഡീ ഞരമ്പുകൾ ബലം പ്രാപിക്കും, മജ്ജയും മാംസവും അസ്ഥികളും ബലം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആത്മാവിൻ്റെ ഭാഷയിൽ അധരം സംസാരിച്ചാൽ ഇവിടെ ഒന്നും നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻസും ഇല്ല. നിങ്ങൾ ഇൻറ്റൻഷൻസ് സമർപ്പിക്കും തോറും 1 വർഷം കൊണ്ടേ ചിലപ്പോൾ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുള്ളൂ. പക്ഷേ ആത്മാവ് ഭാഷാവരത്തിൽ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് നിങ്ങളുടെ അധരം ഉപയോഗിച്ച് ദൈവത്തോട് സംസാരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ 1 വർഷം എന്നുള്ളത് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കൃപയാ, ഇത് കൃപയാണ്, ഇത് അഭിഷേകമാണ്. ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കൃപയാണ്. നിങ്ങളുടെ തേങ്ങയുടെയും മാങ്ങയുടെയും നിയോഗങ്ങൾ മാറ്റിവെക്കുക. നിങ്ങളുടെ രോഗങ്ങളും രോഗത്തിൻ്റെ കെട്ടുകളും മൂക്കൊലിപ്പുകളും ജലദോഷവും തുമ്മലും കഫക്കെട്ടും വയറിളക്കവും മാറ്റിവെക്കുക. ഇതിൽ നിന്നെല്ലാം നിങ്ങളുടെ അധരത്തെ ഫ്രീ ആക്കുക. വിലകെട്ടതാ. ജെറമ്യാ 15:19. വിലകെട്ടതാ, ഉപയോഗിക്കരുത്. ശരീരം പുറപ്പെടുവിക്കുന്ന സിഗ്നൽസ് മാത്രമാണ് ഇതെല്ലാം. ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ശരീരം പുറപ്പെടുവിക്കുന്ന സിഗ്നൽസ് മാത്രമാണ്, അത് രോഗമല്ല. ആത്മാവിൽ കെട്ടിയിട്ടിരിക്കുന്ന കെട്ട് അഴിക്കാൻ ആത്മാവിനെ നിങ്ങളൊന്ന് അനുവദിച്ചു കൊടുക്കുക. അപ്പോൾ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഒരു മെഡിറ്റേഷൻ ഫീല് ഈശോ ദൈവാത്മാവിൽ നിനക്ക് തരും. അത് ഉണർന്നിരുന്ന് നീ ഒന്ന് പ്രാക്ടീസ് ചെയ്യ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റിരിക്കാം. കുർബാനയ്ക്ക് സമയമായി. ബ്രേക്ക് വേണോ? അല്ല, മെഡിറ്റേഷൻ ചെയ്യാനല്ല, വാഷ്റൂമിൽ പോകാനാണ് ചോദിച്ചത്. ബ്രേക്ക് വേണോ? വേണോ? അത് വേണമെന്നേ പറയുള്ളൂ. ചാടി എന്നിട്ട്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.